തന്നിടുക നിൻ കൃപാവരങ്ങൾ. പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ ശത്രു തന്നുടെ തീയമ്പുകളെ തൊടുത്തിടുന്നു തകർത്തിടുവാൻ. പേക്കൂത്തുകൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ് വ്യാജ ആത്മീയത. ആത്മീയത പേക്കൂത്തുകളല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. രൂപാന്തരമാണ് ആവശ്യം. ഇങ്ങനെയുള്ള ഈ എക്സ്ട്രാ ആയിട്ടുള്ള ഈസ്റ്റേൺ റിലീജിയനിലെ കുണ്ടലിനി ഡാൻസിന് പകരം ഇവിടെയും കുറച്ച് ഡാൻസ് കളിച്ച് ചാടി മറിഞ്ഞ് വീണ് ഉരുണ്ട് എണീറ്റ് പോകുന്നത് കൊണ്ട് അവരുടെ ചിന്ത അതാണ്. ഈ വ്യാജ ആത്മീയതയുടെ പ്രശ്നം. ഞങ്ങൾ ആത്മീയരാണെന്നാണ്. എന്തുകൊണ്ട് ആത്മീയത? ഞാൻ വീണു ഉരുണ്ടു. ഈ വ്യാജ ആത്മീയത ഇന്നത്തെ മത്സരത്തെക്കാൾ ദോഷമായ കാര്യമാണ്. അതുകൊണ്ട് ഈ വ്യാജ ആത്മീയത അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഒന്ന്, അവർ ആത്മീയരാണെന്ന് അവർക്ക് തന്നെ തോന്നുന്നു. അതുകൊണ്ട് മറ്റുള്ളവരെ അവർ താഴോട്ടാണ് നോക്കുന്നത്. അതാ വേറൊരു പ്രശ്നം. ഇവരൊക്കെ ഏതാണ്ട് വലിയ ഈ ശുശ്രൂഷ ചെയ്യുന്നവർ, ഇതൊക്കെയാണ് ശുശ്രൂഷ. ഓ ബ്രദറെ, എന്നോ ശുശ്രൂഷ എന്നറിയാമോ? തൂവാലെ അങ്ങോട്ട് വീശുമ്പോഴത്തേക്ക് കാറ്റ് വീശുന്നവരെല്ലാരും കൂടെ താഴെ വീഴും. ഭയങ്കര ശുശ്രൂഷയാ ബ്രദറെ, ഭയങ്കര ശുശ്രൂഷ. ഇതാണോ ശുശ്രൂഷ? ഇതാണോ വേദപുസ്തകത്തിന്റെ ശുശ്രൂഷ? അവര് മറ്റുള്ളവരെ നോക്കുന്നത് ആത്മാവില്ലാത്തവരാന്നാ പറയുന്നത്. ആത്മാവില്ല, ശരിയാ, ആ ആത്മാവില്ല, അത് ശരിയാ. ഈ പറഞ്ഞ ആത്മാവ് നമ്മുടെയില് ഇല്ല. ഇതിന് പൗലോസ് പറഞ്ഞിരിക്കുന്നത് വേറൊരാത്മാവെന്നാണ്. ആ ആത്മാവില്ലെന്നുള്ളത് ശരിയാണ്. അതുകൊണ്ട് ഈ വ്യാജ ആത്മീയതയിൽ പെട്ടുപോയിട്ടുള്ള നമ്മുടെ സാധാരണക്കാരായ പാവങ്ങളായ സഹോദരിമാരും ചില സഹോദരന്മാരും എന്തു പറ്റുന്നറിയാമോ? ജന്മം ചെയ്താൽ അനുതാപം ഉണ്ടാകത്തില്ല, പാപബോധമില്ല, അനുതാപമില്ല. ദൈവം അവരെക്കുറിച്ച് എന്തുദ്ദേശിക്കുന്നു എന്നുള്ള ചോദ്യം പോലും അവരുടെ മനസ്സിലില്ല. കാര്യം ദൈവം ഉദ്ദേശിക്കുന്ന അവിടെ തന്നെ അവർ നിൽക്കുന്നതെന്ന് അവരുടെ ചിന്ത. അവർക്കൊരിക്കലും മാനസാന്തരപ്പെടാൻ പറ്റത്തില്ല. കാര്യം അനുതാപമില്ലാതെ എങ്ങനെയാണ് മാനസാന്തരപ്പെടുന്നത്? അനുതാപമില്ലാത്തത് കൊണ്ട് ഇവർക്ക് തിരുത്തപ്പെടാൻ കഴിയുന്നില്ല. ദൈവസന്നിധിയിൽ അവരുടെ കുറവുകൾ കണ്ടുപിടിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അവരുടെ തെറ്റുകളെ ഈ അനുഭൂതികൾ കൊണ്ട് അവരങ്ങ് മൂടിക്കളയുകയാണ്. വളരെ അപകടകരമായ ഈ ഒരു സാഹചര്യം. എന്നാൽ അങ്ങനെയുള്ളവരെ പോലും ഉപേക്ഷിക്കാൻ ദൈവത്തിന് മനസ്സില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയുള്ള മത്സരികളായ ജനങ്ങളോട് വീണ്ടും കാഹളമൂതി മുന്നറിയിപ്പ് കൊടുക്കാനാ കർത്താവ് നമ്മളെ ആക്കിയിരിക്കുന്നത്. യെശയ്യാപ്രവചനം 58 അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഉറക്ക വിളിക്ക, അടങ്ങിയിരിക്കരുത്, കാഹളം പോലെ നിന്റെ ശബ്ദം ഉയർത്തി എന്റെ ജനത്തിന് അവരുടെ ലംഘനത്തെയും യാക്കോബ് ഗൃഹത്തിന് അവരുടെ പാപങ്ങളെയും അറിയിക്കുക. നോക്കുക, ഉറക്ക വിളിക്ക, അടങ്ങിയിരിക്കരുത്, കാഹളം പോലെ നിന്റെ ശബ്ദം ഉയർത്തി. ആരോടാണ് ഇത് അറിയിക്കേണ്ടത്? എന്റെ ജനത്തിന് അവരുടെ ലംഘനത്തെയും യാക്കോബ് ഗൃഹത്തിന് അവരുടെ പാപങ്ങളെയും അറിയിക്കുക. ഇതാണ് ഇന്നൊരു കാവൽക്കാരന്റെ ചുമതല. അവൻ പുറത്തുള്ളവരോട് മാനസാന്തരത്തിന്റെ സുവിശേഷം പറയുന്നത് പോലെ തന്നെ സഭയ്ക്കുള്ളിൽ ലംഘനം സഭയ്ക്ക് പുറത്തുള്ളവൻ കാണിച്ചാലും അകത്തുള്ളവൻ കാണിച്ചാലും ദൈവത്തിന് വിരോധമായി അവൻ മത്സരിക്കുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പുറത്തുള്ളവർക്ക് പാപം ചെയ്യാൻ കഴിയില്ല, അകത്തുള്ളവർക്ക് പാപം ചെയ്യാമെന്നില്ല. കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ നിന്റെ കഴിഞ്ഞകാല പാപങ്ങളും ഇപ്പോഴത്തെ പാപങ്ങളും വരാൻ പോകുന്ന പാപവും എല്ലാം ക്ഷമിച്ചു കഴിഞ്ഞ് ഇനി എന്തോ വേണം ചെയ്തോളാൻ പറയുന്നത് പിശാചിന്റെ സുവിശേഷമാണ്. കർത്താവ് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു, എന്റെ ജനത്തിന് അവരുടെ ലംഘനത്തെയും യാക്കോബ് ഗൃഹത്തിന് അവരുടെ പാപങ്ങളെയും അറിയിക്കുക. പ്രിയമുള്ളവരെ, സഭയുടെ ശുദ്ധീകരണത്തിന് വേണ്ടി ദൈവം നമ്മളെ കാവൽക്കാരാക്കി വെച്ചിരിക്കുന്നു. ഉറക്ക വിളിക്ക, അടങ്ങിയിരിക്കരുത്. നോക്കുക, വ്യാജ ആത്മീയതയിൽ പെട്ടുപോകാതെ നമ്മുടെ കുറവുകളെ മനസ്സിലാക്കി, തെറ്റുകളെ മനസ്സിലാക്കി, ഇന്നിനി ആവശ്യമായിരിക്കുന്നത് സഭയുടെ വിശുദ്ധീകരണമാണ്. ബാക്കി സുവിശേഷം ആവശ്യമില്ലെന്നല്ല, സുവിശേഷീകരണം ആവശ്യമാണ്. പക്ഷെ സുവിശേഷീകരണം എത്ര ആവശ്യമാണോ അതേപോലെ ആവശ്യമായി വന്നിരിക്കുന്നു സഭയുടെ സുവിശേഷീകരണം, സഭയുടെ വിശുദ്ധീകരണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാനൊരു മിഷണറിയാണ്. അതേസമയം ദൈവം എന്നെ നല്ലൊരു സമയവും വിശ്വാസികളുടെ
ശുശ്രൂഷകരുടെ ഇടയിലേക്ക് വീണ്ടും പറഞ്ഞു വിടുക. എന്തിനാ? പിന്നെ ഉറക്ക വിളിക്കുക. എന്ത്? അവരുടെ ലംഘനത്തെ അവരോട് അറിയിക്കാൻ. ആളുകൾക്ക് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും, കേൾക്കാത്ത ആളുകളുണ്ടായിരിക്കും, ID കാർഡിലെ സീല് നോക്കുന്നവരുണ്ടായിരിക്കാം, എനിക്കറിയില്ല. പക്ഷേ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടി വിളിച്ചിരിക്കുന്നു? കാഹളം മുഴക്കുവാൻ, കാവൽ നിൽക്കുവാൻ, ജനത്തിന് അവരുടെ ലംഘനത്തെ അറിയിക്കുവാൻ. ഉറക്ക വിളിക്കാൻ, അടങ്ങിയിരിക്കരുത്. കാഹളം പോലെ നിന്റെ ശബ്ദം ഉയർത്തി എന്റെ ജനത്തിന് അവരുടെ ലംഘനത്തെയും യാക്കോബ് ഗൃഹത്തിന് അവരുടെ പാപങ്ങളെയും അറിയിക്കുക. പ്രിയമുള്ളവരെ, ഇന്നിനി സഭയിൽ വേണ്ട ദൂത്, കഴിഞ്ഞ കാലങ്ങളിൽ കഷ്ടതയുടെയും പ്രയാസത്തിന്റെയും പീഡനത്തിന്റെയും കാലയളവിൽ സഭയോട് സംസാരിച്ച അതേ സന്ദേശമൊന്നും ഇനി ആവശ്യമില്ല. പീഡനത്തിൽ നിന്ന് സഭയോട് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു, എന്താ? കർത്താവ് നിങ്ങളെ സഹായിക്കും, നിങ്ങളെ വിടുവിക്കും, ശത്രു നിങ്ങളെ സ്പർശിക്കുകയില്ല. പക്ഷെ ഇന്ന് എന്തോന്ന്? ശത്രു ആരെ സ്പർശിക്കുന്നു? ഇവിടെ ആരെ സ്പർശിക്കുന്നില്ല. ഇവിടെ ഇപ്പോൾ പീഡനമല്ല പ്രശ്നം. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം സഭയ്ക്കുള്ളിലുള്ള പാപങ്ങളാണ്, സഭയ്ക്കുള്ളിലുള്ള ലംഘനങ്ങളാണ്, സഭാജനങ്ങളെന്ന് പറയുന്നവരുടെ അഭിനയങ്ങളാണ്. അതാണ് ഇവിടുത്തെ പ്രോബ്ലം. അതുകൊണ്ട് ഇതിനെതിരെ സംസാരിക്കണം. ദൈവസഭയെ പീഡിപ്പിക്കാൻ പിശാച് പണ്ട് പരിശ്രമിച്ചിട്ടുണ്ട്. ഇപ്പം പിശാച്, ഈ കഴിഞ്ഞ ദിവസം ഒരാൾ എനിക്കൊരു മെസ്സേജ് അയച്ച കൂട്ടത്തിൽ എഴുതിയൊരു വാചകമുണ്ട്. In these days, devil is not persecuting the church, rather he is joining the church. ഈ ദിവസങ്ങളിൽ പിശാച് സഭയെ പീഡിപ്പിക്കുന്നതിന് പകരം സഭയിൽ അങ്ങ് ചേരുകയാണ്. In these days, devil is not persecuting. ശരിയല്ലേ? ഇന്നിപ്പോ എന്തോ പീഡനമാണ് നമുക്കുള്ളത്. നമുക്ക് എന്തോ പീഡനമാണ്. ചുമ്മാ അത് കറുവാവധി മറ്റേ മറിച്ചെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ പറയുന്നതല്ലാതെ യഥാർത്ഥ സഭയ്ക്ക് ഈ പറയുന്ന പീഡനങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. പിന്നെ കാശ് കൊടുത്ത് കൊണ്ടുവന്നവനെ കാശ് കൊടുത്ത് കൊണ്ടുപോകും. വേറെ കാര്യങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നവനാണെങ്കിൽ അവൻ ചിലപ്പോൾ എന്ത് ചെയ്യും? കാശ് നോക്കി വന്നവൻ കാശ് കിട്ടുമ്പം പോകും. പോട്ടെ, അങ്ങനെയുള്ളവർ പോകുന്നത് ഒരു കണക്കിന് നല്ലതെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഞാൻ ഒരു സ്റ്റോറിയാണ് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. റുമേനിയയിലെ ഈ ഭയങ്കര പ്രശ്നമായിരിക്കുന്ന സമയത്ത് അണ്ടർഗ്രൗണ്ട് ചർച്ചസ് ആണ്. അണ്ടർഗ്രൗണ്ട് ചർച്ചിൽ പെട്ടെന്ന് തോക്കുധാരികളായ 5 പേര് കയറി വന്നിട്ട് എല്ലാവരും 100 വിശ്വാസികളുള്ള സഭയാണ്. 5 പേരും നിന്നിട്ട് പറഞ്ഞു, ഓരോരുത്തർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോരുത്തരും ലൈനായിട്ട് വന്നിട്ട് ഈ വേദപുസ്തകത്തിന്റെ മുകളിൽ തുപ്പിയിട്ട് ഐ കേഴ്സ് ഗാഡ്, ഐ കേഴ്സ് ജീസസ് എന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലും. ഞാൻ യേശുവിനെ ശപിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വേദപുസ്തകം തുപ്പിയിട്ട് ഇറങ്ങിപ്പോകാം. ഓരോരുത്തരായിട്ട് വേദപുസ്തകത്തെ തുപ്പിയിട്ട് യേശുവിനെ ശപിച്ചിട്ട് ഇറങ്ങിപ്പോയി. ഒടുവിൽ 15 പേര് ശേഷിച്ചു. 100 പേരുള്ളതാ. 15 പേര് ശേഷിച്ചു. അവർ പറഞ്ഞു, ഇതാ നിങ്ങൾക്കുള്ള അവസാനത്തെ സാധ്യതയാണ്. നിങ്ങൾക്ക് ഈ വേദപുസ്തകം തുപ്പിയിട്ട് എന്താ യേശുവിനെ ശപിച്ചിട്ട് ഇറങ്ങിപ്പോകാം. ഈ 15 പേരിൽ ഒരാൾ പോലും മാറിയില്ല. പാസ്റ്റർ അവിടെ മുന്നേ നിൽക്കുകയാണ്. പാസ്റ്റർ പറഞ്ഞു, ഒരു പ്രാവശ്യം കൂടെ പറയുകയാണ്, നിങ്ങൾക്ക് ഈ വേദപുസ്തകത്തിൽ തുപ്പിയിട്ട് യേശുവിനെ ശപിച്ചിട്ട് ഇറങ്ങിപ്പോകാം. ദിസ് ഇസ് ദ ലാസ്റ്റ് ചാൻസ്, അതർവൈസ് വി ആർ ഗോയിങ് ടു കിൽ യു. ഇവർ പറഞ്ഞു, ഞങ്ങൾ മരിച്ചാലും ഞങ്ങളുടെ കർത്താവിനെ ശപിക്കുകയില്ല. പെട്ടെന്ന് അവർ തോക്ക് താഴ്ത്തിയിട്ട് പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ, എല്ലാ കപടഭക്തന്മാരെയും ഞങ്ങൾ പുറത്താക്കി, ഇനി നിങ്ങൾക്ക് ദൈവകൃപയിൽ ആശ്രയിച്ച് ആരാധിച്ചോളാൻ പറഞ്ഞു. ബാക്കിയുള്ളവരെയൊക്കെ കൊണ്ടു നടക്കുന്നതിനൊന്നും ഒരർത്ഥവും ഇല്ല, അവരൊക്കെ പോട്ടെ, ഇനി നിങ്ങൾ ദൈവത്തെ ആരാധിച്ചോളാൻ പറഞ്ഞു. ഹല്ലേലൂയ. പോകുന്നവരൊക്കെ പോട്ടെ, കുറെ പേരൊക്കെ പോകും. പക്ഷെ ഇന്നിപ്പോൾ പീഡനമല്ല ഒരു പ്രധാനപ്പെട്ട വിഷയം. ഇനി ആവശ്യമുള്ളത് സഭയുടെ വിശുദ്ധീകരണമാണ്. കാരണം എന്താ? നമ്മുടെ കർത്താവ് വരുന്നു. നമ്മുടെ കർത്താവ് വരുന്നത് അശുദ്ധിയിൽ മുങ്ങിക്കുളിച്ച് കിടക്കുന്ന വ്യാജ ആത്മീയതയുടെ വക്താക്കളെ എല്ലാം കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയല്ല. പാപം കുഴപ്പമില്ലെന്ന് പറയുന്ന, പാപം ചെയ്ത കൃപയുടെ മെത്തപ്പുറത്തേക്ക് വീഴുകയാണെന്ന് പറയുന്നവനെ കൊണ്ടുപോകാൻ അല്ല കർത്താവ് വരുന്നത്. തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ശുദ്ധയും നിഷ്കളങ്കയുമായ ഒരു മണവാട്ടിയെ തിരക്കിയ കർത്താവ് വരുന്നത്. ആ സഭയെ ഒരുക്കാനുള്ള പദ്ധതിയുടെ ഭാഗമാണ് ഉറക്ക വിളിക്ക. നിലവിളിച്ച് പറ, അടങ്ങിയിരിക്കരുത്. എന്റെ ജനത്തിന്
ലഭിക്കാൻ പോകുന്ന കാറിന്റെയും വീടിന്റെയും കഥ പറയാനല്ല എന്നെ ആക്കിയിരിക്കുന്നത്. എന്റെ ജനത്തിന് അവരുടെ ലംഘനത്തെയും യാക്കോബ് ഗൃഹത്തിന് അവരുടെ പാപങ്ങളെയും അറിയിക്കുക. ഇനി ആവശ്യമുള്ള സന്ദേശം എന്ന് പറയുന്നത് ഇന്ന് ദൈവസഭയിൽ കടന്നുകൂടിയിരിക്കുന്ന ലോകത്തിന്റെ കളങ്കത്തെ വെളിപ്പെടുത്തി അവരെ ശുദ്ധീകരിച്ച് അവനു വേണ്ടി, അവന്റെ വരവിന് വേണ്ടി ഒരുക്കുക എന്നുള്ളതാണ്. അതിനാ ഉറക്കം നിലവിളിക്കേണ്ടത്. അതിനാണ് നമ്മളെ സഭയുടെ കാവൽക്കാരാക്കിയിരിക്കുന്നത്. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ, ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ദൈവത്തിന്റെ സന്നിധിയിൽ വ്യാജ ആത്മീയതയുടെ ഈ കാലയളവിൽ ഹല്ലേലൂയ അതിന്റെ ഭാഗമായിക്കൊണ്ട് ഒരു വ്യാജ സംതൃപ്തിയിൽ മുങ്ങിയിരിക്കാനല്ല. കുഴപ്പമില്ല, ഞാൻ ആരാധിക്കുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറയാനല്ല. ജെരമ്യായുടെ കാലയളവിൽ യെരൂശലേമിലെ ജനതയോട് പ്രവാചകന്മാർ പറഞ്ഞത്, ഇവിടെ ഒന്നും സംഭവിക്കത്തില്ല, കാര്യം നമ്മൾ ആരാധിക്കുന്ന ജനതയാണ്, നമുക്ക് ദേവാലയമുണ്ട്, ഇവിടെ ഒരു ശത്രുവും വരത്തില്ലെന്നാ. ഇന്നും നമ്മുടെയൊക്കെ ചിന്ത അതാണ്. ഞാൻ ആരാധിക്കുന്നുണ്ട്, അതുകൊണ്ട് എന്നെ ദൈവം അങ്ങ് കൊണ്ടുപോകും. ഇല്ല പ്രിയമുള്ളവരെ, നിന്റെ ആരാധന നോക്കിയല്ല കർത്താവ് നിന്നെ കൊണ്ടുപോകുന്നത്, നിന്റെ ജീവിതം നോക്കിയാ. അവിടെ ചെല്ലുമ്പോൾ നീ എത്ര ആരാധിച്ചെന്നും എത്ര പാട്ടുപാടിയെന്നും എത്ര പ്രസംഗിച്ചെന്നും എത്ര പ്രവചിച്ചെന്നും എത്ര ഭൂതങ്ങളെ പുറത്താക്കിയെന്നുള്ള ചോദ്യങ്ങളൊന്നുമില്ല. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് പ്രവൃത്തികൾ, വിശുദ്ധി, ജീവിതം, അതാണ് പ്രധാനം. ദൈവം നമ്മെ ജാതികളുടെ കാവൽക്കാരാക്കിയിരിക്കുന്നു. അവരോട് നമ്മൾ സുവിശേഷം പറയണം. സ്വീകരിക്കുന്നവന് അതൊരു പാപമോചന ചീട്ട് പോലെയാണ്, അവൻ രക്ഷിക്കപ്പെടും. മത്സരിക്കുന്നവന് അതൊരു കുറ്റപത്രം പോലെയാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ അവന് മറുപടിയില്ലാതെ വണ്ണം നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നല്ലോ എന്ന് ദൈവത്തിന് പറയാൻ ഞാൻ ദൈവത്തിന്റെ പ്രതിനിധിയായി രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയായി ഒരു ജനതയ്ക്ക് ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള സൗരഭ്യവും ഒരു ജനതയ്ക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള സൗരഭ്യവും ഞാൻ കൊടുക്കുന്നത്. അതെന്റെ കുറ്റമല്ല, സുവിശേഷത്തിന്റെ കുറ്റമല്ല, കർത്താവിന്റെ കുറ്റമല്ല. പക്ഷെ ആരും നശിച്ചു പോകണം ദൈവത്തിന് ആഗ്രഹമില്ല. ഞാൻ കൊടുക്കുന്ന സന്ദേശം മനം തിരിയുവാനുള്ള സന്ദേശമാണ്. ഞാൻ കൊടുക്കുന്ന സന്ദേശം, എന്റെ പ്രബോധനം ഞാൻ ദൈവത്തിൽ നിന്ന് കേട്ടിട്ട് പറയുന്നതല്ല, അല്ലാതെ വേറെ എവിടെ നിന്നെങ്കിലും എന്റെ മനസ്സിൽ തോന്നിയത് പറയുന്നതല്ല. ഇന്ന് ദൈവം നമ്മളെ കാവൽക്കാരനാക്കിയിരിക്കുന്നുവെങ്കിൽ, ജാതികളോട് മാനസാന്തരത്തിന്റെ സന്ദേശം പറയാൻ നമ്മളെ ആക്കിയിരിക്കുന്നത് പോലെ തന്നെ ദൈവത്തിന്റെ ജനത്തിന്റെ കാവൽക്കാരാക്കിയിരിക്കുന്നുവെങ്കിൽ, ഞാൻ നിന്നെ വാലല്ല തലയാക്കുമെന്നല്ല പറയേണ്ടത്. എന്റെ ജനത്തിന് അവരുടെ ലംഘനത്തെയും ഇസ്രായേൽ ഗ്രഹത്തിന് അവരുടെ പാപങ്ങളെയും അറിയിക്കുക, ഉറക്ക വിളിക്കുക, അടങ്ങിയിരിക്കരുത്. വിശുദ്ധിയുടെ സന്ദേശം നമ്മുടെ നാടുകളിൽ, നമ്മുടെ സഭകളിൽ കേൾക്കുന്നത് നിന്നുപോയിരിക്കുന്നു, അന്യം നിന്നുപോയിരിക്കുന്നു. ഇല്ല പ്രിയമുള്ളവരെ, ഈ സമൃദ്ധി സുവിശേഷം നമ്മളെ നശിപ്പിച്ചു കളയരുത്. ഒരു വിശുദ്ധിയുടെ ആഹ്വാനം നമ്മുടെ സഭകളിൽ മുഴങ്ങട്ടെ. നിങ്ങളത് ചെയ്യണം. ഹല്ലേലൂയ. വഞ്ചിക്കപ്പെട്ടു പോകരുത്. ജനങ്ങളെ മനംതിരിവിലേക്ക്, മാനസാന്തരത്തിലേക്ക്, രൂപാന്തരത്തിലേക്ക് നയിക്കുവാനുള്ള വലിയ സന്ദേശമാണ് കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഉറക്ക നിലവിളിക്ക, അടങ്ങിയിരിക്കരുത്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, നിന്റെ സാന്നിധ്യത്തിന്റെ നിറവിനായി സ്തോത്രം. കർത്താവേ, നിന്റെ വരവിന്റെ ഈ സമീപസ്ഥ സമയങ്ങളിൽ ഞങ്ങളെ തന്നെ ഒരുക്കുവാൻ, ഞങ്ങളുടെ സഭയെ ഒരുക്കുവാൻ, ഞങ്ങളുടെ കുറവുകൾ കണ്ടുണർന്ന വിശുദ്ധിയിൽ ജീവിക്കുവാൻ, ശുദ്ധയും നിഷ്കളങ്കയുമായ മണവാട്ടിയായി ഞങ്ങളെ തന്നെ സൂക്ഷിക്കുവാൻ, കർത്താവെ, വ്യാജ സംതൃപ്തി അനുഭൂതികളുടെ അവസ്ഥയല്ല, പ്രത്യുത അതിനപ്പുറത്ത് അനുതാപത്തിന്റെയും മാനസാന്തരത്തിന്റെയും ആത്മീയ അനുഭവങ്ങളുടെയും നിലവറ ഞങ്ങൾക്കായി നീ തുറന്നു തന്നിരിക്കയാൽ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അനുഭൂതികളുടെ വ്യാജ ആത്മീയതയുടെ കള്ളത്തരങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനെ നിഷേധിച്ച്, കർത്താവെ, നിന്നെ മാത്രം നോക്കിക്കൊണ്ട്, കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിന്റെ കുറവുകൾ കണ്ടറിഞ്ഞ് ഉണർന്ന് നിന്റെ ശബ്ദം കേട്ട് നിന്നെ അനുസരിച്ച്, കർത്താവെ, ഓ ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ ഞങ്ങളെ തന്നെ ഒരുക്കാനും സഭയെ ഒരുക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. നിന്റെ വരവിന് വേണ്ടി ഒരുക്കുവാൻ ഞങ്ങളെ ഒരിക്കലൂടെ സമർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. തന്നിടുക
ശബ്ദം പിമ്പിൽ കേട്ടിടും. തന്നിടുക നിൻ കൃപാവരങ്ങൾ. പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ. ജീവകിരീടം തൻ കയ്യിലുള്ളോ ജീവപുസ്തകം തുറന്നിടുമേ. ജീവിതശുദ്ധി പാലിച്ചവൻ തൻ ചാരത്തണഞ്ഞു മോദിച്ചിടുമേ. ചാരത്തണഞ്ഞു മോദിച്ചിടുമേ. തന്നിടുക നിൻ കൃപാവരങ്ങൾ. പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ. തമ്മിൽ കണ്ടാനന്ദിക്കുന്ന നമ്മൾ കണ്ണുനീർ തുടച്ചിടുന്ന. എന്നു കാണാമോ എന്നു സാധ്യമോ അന്നു തീരുമെൻ പാരിൻ ദുരിതം. അന്നു തീരുമെൻ പാരിൻ ദുരിതം. തന്നീ